കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നാമോ ആന്മയിക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ ഓരോ ആടുകളെയും പേര് വിളിക്കുന്ന, അറിയുന്ന, തനിക്കുള്ളവയൊക്കെ അറിയുന്ന ഒരിടേനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആടുകൾക്ക് മുമ്പായി നടക്കുന്നു. ഏറ്റവും വലുത് ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്ത ഇടയൻ. ലോകത്തിലെ ഇടയന്മാരൊന്നും ആടിനു വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കാറില്ല, കൊടുത്തിട്ടുമില്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ആടിനു വേണ്ടി അവസാനത്തുള്ള രക്തവും ഊറ്റി തന്നു. ഒരാട് പോലും നഷ്ടപ്പെടരുത് എന്ന് വെച്ച് കൽവറി ക്രൂശിൽ അനുഭവിച്ച വേദനകളും പങ്കപ്പാടുകളും ഇന്ന് പകലിലും ഓർക്കണം. പച്ചയായ പുൽപ്പുറങ്ങൾ നടത്തുവാൻ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് കൊണ്ടുപോകാൻ ഈ ഇടയന് മാത്രമേ കഴിയൂ. സ്വസ്ഥത വരുത്തുന്നതിടയൻ, കുരുൾ വരുമ്പോഴും ഇട്ടേച്ചു പോകാത്ത ഇടയൻ, കുരുള്ളും നമുക്ക് മുമ്പായി നടക്കുന്ന ആ നല്ല ഇടയൻ. ആ ഇടയൻ നമുക്ക് മുമ്പായി നടക്കുമ്പോൾ പിന്നെ ഇരുളിനവിടെ നിൽക്കാൻ പറ്റില്ല. ഇരുട്ടിലും വെളിച്ചമുദിപ്പിക്കുന്ന ലോകത്തിൻ്റെ വെളിച്ചമായ ഇടയനാണ് കുരുളിലൂടെ നടക്കുന്നത്. സ്തോത്രം. സഹോദരങ്ങളെ, അനേക സമയത്ത് പിച്ചു ചീന്തുവാൻ, കടിച്ചു കീറുവാൻ, നശിപ്പിക്കുവാൻ, പേരില്ലാതാക്കുവാൻ ദുഷ്ടശക്തികൾ വന്നപ്പോഴും ആ നല്ല ഇടയൻ നമുക്ക് കാവലായി, താങ്ങായി, തണലായി ഇരുന്നത് കൊണ്ടാണ് ഇന്ന് പകലിലും നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് എന്ന സത്യം മറന്നു പോകരുത്. ജീവന് വില പറഞ്ഞു വാദിച്ച അനേക സമയങ്ങളുണ്ടായിരുന്നു. കൊടിയ ചെന്നായ്ക്കൾ പോലെ വന്ന അനേക ശക്തികൾ, സിംഹത്തെ പോലെ പാഞ്ഞടിച്ച ദുഷ്ടശക്തികൾ. ഇതിൻ്റെ നടുവിലും നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാത്തത് ഇടയന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അനേക പ്രതിസന്ധികളിലും ആ നല്ല ഇടയൻ നമ്മോട് കൂടെ ഇരുന്നതോർത്ത് ഇന്ന് പകൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. തൻ്റെ ആടിനെല്ലാം സൂക്ഷിക്കുന്ന, അവിടെ എണ്ണമറിയാവുന്ന, മാത്രമല്ല തള്ളകളെ പതുക്കെ നടത്തുന്ന, നടക്കാൻ ത്രാണിയില്ലാത്തതിനെ മാർവിടത്തിൽ വഹിക്കുന്ന ഇത്ര നല്ലൊരിടയൻ എവിടെയുണ്ട്? ആ കർത്താവ് തൻ്റെ മക്കളെ ചേർക്കുവാൻ വേഗത്തിൽ വരും. സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കണം. ഒരുങ്ങിയിട്ടുണ്ടോ? ഒരു വിശുദ്ധ മണവാട്ടിയായി, നിർമ്മല കന്യകയായി ജീവിച്ച് യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നിൽക്കുന്നവരെ, വിശ്വസ്തരായവരെ ചേർക്കാൻ എൻ്റെ കർത്താവ് വേഗം വരും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നാളെ ആകട്ടെ എന്നല്ല സഹോദരങ്ങളെ, ഇന്നാണ് കർത്താവ് വരുന്നതെങ്കിൽ നമുക്കും അവനോട് ഒരുമിച്ച് എടുക്കപ്പെടണം. അടുത്ത അവസരം നമ്മുടേതല്ല. ഏൽപ്പിച്ചു കൊടുക്കാമോ? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പ്രഖ്യാപനം ചെയ്ത് അവിടുത്തെ വരവെങ്കിൽ കാണപ്പെടാൻ ഇന്ന് പകൽ നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവിൻ്റെ വരവ് വാതിക്കലായി. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 30-ാമത് വാക്യം. നിങ്ങളിനിയും ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിലെ വിളവും വർദ്ധിപ്പിക്കും.
ഇവിടെ യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്, നിങ്ങൾ ഇനിയും ജാതികളുടെ ഇടയിൽ നിന്നെന്നല്ല, ക്ഷാമത്തിൻ്റെ നിന്ന. ഓരോ തരത്തിലുള്ള നിന്നയുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, എനിക്കുള്ള നിന്നയും ലജ്ജയും അപമാനവും ദൈവമേ നീ അറിയുന്നു. മറ്റിടത്ത് പറയുന്നു, എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല. കൂടെ നിൽക്കുന്നവർ നിന്ദിക്കുന്നവരുണ്ട്, കുടുംബക്കാരുടെ നിന്ദകളുണ്ട്, കൂട്ടുകാരുടേതുണ്ട്, ഭാവിയുടെ കാര്യം പറഞ്ഞ് നിന്ദിക്കുന്നതുണ്ട്. അതാ ഞാൻ പറയാൻ അനേക നിന്ദയുണ്ട്. എന്തുകൊണ്ട് നിനക്കൊരു തലമുറ ഉണ്ടാവില്ല? അങ്ങനെയൊരു നിന്ദയുണ്ട്. കാരണം അതുകൊണ്ടാണ് സക്കറിയാവ് എലിസബത്ത് പറഞ്ഞ് നമുക്കറിയാമല്ലോ, മനുഷ്യരുടെ ഇടയിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന നിന്ന വലിയൊരു നിന്ദയാണത്. അങ്ങനെയുള്ള നിന്ദകളുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ നോക്കി മാതാപിതാക്കളോട് ചില നിന്നയുടെ വാക്കുകൾ ചോദിക്കാറുണ്ട്. സാമ്പത്തികമായി തകർക്കുന്ന വിഷയം കണ്ട് അനേകർ മറ്റു പലരെ നിന്ദിക്കാറുണ്ട്. കഴിവില്ല എന്ന് പറഞ്ഞ് പലരും നിന്ദിക്കാറില്ലേ? ഒത്തിരി നിന്ദകൾ ഉണ്ട്. ഇവിടെ പറയുന്ന നിന്ന ക്ഷാമത്തിൻ്റെ നിന്ന. അനുഭവിക്കുവാൻ കഴിയുന്നില്ല, വരണ്ടു കിടക്കുന്ന അവസ്ഥ, കട്ട പിടിച്ചു കിടക്കുന്നു, ഒരു മുള പോലും പൊട്ടിക്കിളിർക്കുന്നില്ല, ഫലങ്ങൾ പുറത്തു വരുന്നില്ല. അവിടെ ചോദ്യമുണ്ട്, നിന്റെ ദൈവം എവിടെ? അതാണ് യോവേൽ പ്രവചനത്തിൽ പറയുന്നത്. വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുമ്പോൾ, പാണ്ഡികശാലകൾ ശൂന്യമായി കിടക്കുമ്പോൾ, ദേശത്ത് വെള്ളമില്ലാതിരിക്കുമ്പോൾ ജനം തകരാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, അനുതപിക്കാൻ തുടങ്ങി. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. ഇതിൻ്റെ നടുവിൽ മറ്റുള്ളവർ ചോദിക്കുന്നു, നിന്റെ ദൈവം എവിടെ? അതാണ് നീ അനുഭവിക്കുന്ന ക്ഷാമത്തിൻ്റെ നിന്ന. ആത്മീയവശം കൂടെ ഞാൻ പറയാം. പ്രാർത്ഥനയിൽ മുന്നേറുവാൻ കഴിയാതെ ട്രൈ ആയിരിക്കുന്ന അവസ്ഥ, ആരാധിക്കുവാൻ കഴിയാതെ കെട്ടപ്പെടുന്ന അവസ്ഥ, അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് വരാൻ കഴിയാതെ വരൾച്ച അനുഭവിക്കുന്നവർ, വചനം ധ്യാനിക്കുവാൻ കഴിയാതെ നിന്നെ ഒതുക്കുന്ന മന്ദത കൊണ്ടുവരുന്ന മണ്ഡലങ്ങൾ, ഇതിനെയൊക്കെ പരിശുദ്ധാത്മാവ് ഈ പകൽ ശാസിക്കുകയാണ്. നാളുകളായി ക്ഷാമത്തിൻ്റെ നിന്ന കുടുംബത്തിനകത്ത്, ആത്മീക ജീവിതത്തിനകത്ത് എവിടൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന നിന്നയോ, ഈ പകൽ തിരുവെഴുത്ത് പറയുന്നു, ഞാൻ എൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയും, തുടച്ചു കളയും. വാക്യം ശ്രദ്ധിക്കണമേ പ്രിയരെ. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കുകയില്ല. ക്ഷാമത്തിൻ്റെ നിന്ന മാറാൻ ദൈവം ധാരാളം മഴ പെയ്യിപ്പിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവാകുന്ന മഴ ഇന്ന് പകൽ ഞങ്ങളുടെ കുടുംബത്തിലൊന്ന് പ്രവേശിക്കുവാൻ, പിതാവേ അതൊന്ന് പ്രവഹിക്കുവാൻ അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആത്മാവിൻ്റെ നദി ഒഴുകട്ടെ, നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് ഒഴുകട്ടെ. തളർന്നും ക്ഷീണിച്ചും ഇരിക്കുന്ന നിങ്ങളുടെ അവകാശത്തിന്മേൽ ആത്മനദി ഇന്ന് പകൽ ഒഴുകട്ടെ. സകല നിന്ദകളെയും അത് തുടച്ചു കളയുന്നു, ഒഴുക്കിക്കളയുന്നു. അവിടേക്ക് ഈ നദി ചെന്ന് പതിക്കുമ്പോൾ പിന്നെ വിളവുണ്ടാകും, ഫലമുണ്ടാകും, ആത്മാവിൻ്റെ ഫലങ്ങൾ വരും, അഭിഷേകത്തിൻ്റെ ശക്തി വരും, പ്രാർത്ഥനയുടെ ആഴങ്ങൾ വെളിപ്പെട്ടു വരും, വിശ്വാസത്തിൻ്റെ കമാൻഡുകൾ നിങ്ങളുടെ അകത്തുനിന്ന് വെളിപ്പെട്ടു വന്നാൽ ക്ഷാമത്തിൻ്റെ നിന്ന ഇന്ന് പകൽ അവിടുത്തെ ആത്മാവ് എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാമോ? നാളുകൾ അനുഭവിക്കുന്ന ക്ഷാമത്തിൻ്റെ നിന്ന, അതിനെ കർത്താവ് പറയുന്നു, നോക്കൂ, ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും
നിലത്തിലെ വിളവും വർദ്ധിപ്പിക്കും. ഒന്ന്, വൃക്ഷങ്ങളുടെ ഫലങ്ങൾ എടുക്കുവാൻ കഴിയാതെ അതിനെ കരിച്ചു കളയുന്ന അനുഭവങ്ങൾ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിണ്ടുകീറിയ അനുഭവങ്ങൾ. നിലം ഡ്രൈ ആയി കിടക്കുന്നു, ഒരു തുള്ളി വെള്ളമില്ല. ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ആകാശത്തു നിന്ന് മഴ പെയ്തിറങ്ങുന്നത് പോലെ അനുഗ്രഹത്തിൻ്റെ മരി തൻ്റെ ജനത്തിനു വേണ്ടി ചില ഫലം പുറത്തു വരാൻ അവിടുന്ന് ഇടയാക്കാൻ പോകുക. ഗർഭഫലമാകട്ടെ, തലമുറകളുടെ ഫലമാകട്ടെ, ആത്മീക ഫലമാകട്ടെ. നാളുകൾ ഏതൊക്കെ വിഷയത്തിൽ നിന്ന് അനുഭവിക്കുന്നു, ഇന്ന് പകൽ ദൈവാത്മാവ് ക്ഷാമത്തിൻ്റെ നിന്നയെ എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ഈ തൂതേറ്റെടുക്കട്ടെ. അതുപോലെ വിളവ് വർദ്ധിപ്പിക്കും. വർധനവില്ലാതെ ഒതുങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങൾ, എത്ര മുന്നേറാൻ നോക്കിയിട്ടും ഒരു വർധനവില്ലാതെ ഒതുക്കപ്പെട്ട ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കാമോ? കഥകടച്ച് പ്രാർത്ഥിക്കാമോ? ഏകരുതയുടെ മുട്ടുമടക്കി, ദൈവമേ എന്നെ ആത്മാവിലൊന്ന് വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിഷയങ്ങളൊന്ന് വർദ്ധിപ്പിക്കണമേ. ഞാൻ അനുഭവിക്കുന്ന നിന്ദകളെ മാറ്റി ഒരു വലിയ വർധനം എല്ലാ മേഖലകളിലും എൻ്റെ തലമുറകളുടെ മേൽ വരട്ടെ, എൻ്റെ മിനിസ്ട്രിയുടെ മേൽ വരട്ടെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ മേൽ, എൻ്റെ വൈഫിൻ്റെ മേൽ, എൻ്റെ എല്ലാ മേഖലകളും, ഔദ്യോഗിക മേഖലകൾ ഇന്ന് പകലത് കാണട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങും. യേശുവിൻ്റെ നാമത്തിൽ വർദ്ധിപ്പിക്കുന്ന ദൈവം, തകർക്കുന്നവനല്ല, വർദ്ധിപ്പിക്കുന്നവൻ. പരിശുദ്ധാത്മാവ് പറയുന്നു, ക്ഷാമത്തിൻ്റെ നിന്നയെ ഞാൻ എടുത്തു മാറ്റുന്നു. നാളുകൾ അനുഭവിക്കുന്ന ചില വേദനയുടെ നിന്ന, രോഗം നിങ്ങളെ അലട്ടുന്നു, അത് നിന്ദിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട് മാറുന്നില്ല? പുറത്തു വരേണ്ട ചില ഫലങ്ങളെ തോല്ലി പലരും നിങ്ങളെ പരിഹസിക്കുന്നില്ലേ? അത് പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ തലമുറകളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അഭിഷക്തന്മാരെ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ബ്ലസ് ചെയ്യുന്നു. കർത്താവേ, നാളുകൾ ദേശത്ത് അവർ കുടുംബങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷാമത്തിൻ്റെ നിന്നയെ മാറ്റാൻ ഇനി അവരോട് ചോദിക്കാതെ വണ്ണം ഇതാ ഞങ്ങളെ ദൈവം വർദ്ധിപ്പിച്ചു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വൃക്ഷങ്ങളുടെ ഫലങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നു എന്ന് പറയാൻ ജാതികളുടെ ഇടയിൽ പോലും യഹോവ വൻ കാര്യങ്ങൾ ചെയ്തുവെന്ന് ചോദിച്ചവർ കൺകെ ഇന്ന് പകൽ നിന്ദകളെ എടുത്തു മാറ്റാൻ അവിടുത്തെ ആത്മാവിൻ്റെ മാരി ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ, നിരാശകൾ മാറട്ടെ, തളർച്ചകൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ. മന്ദീഭവിച്ച് ഒതുക്കുന്ന മണ്ഡലങ്ങളുടെ മേൽ ആത്മാവിലൊരു വർധനവ് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ റിലീസുകൾ കൽപ്പിക്കപ്പെടട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, അവിടുത്തെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഇനി ജാതികളുടെ നിന്ന, ക്ഷാമത്തിൻ്റെ നിന്ന നിങ്ങൾ അനുഭവിക്കുകയില്ല. വൃക്ഷങ്ങളുടെ ഫലങ്ങളെ ദൈവം പുറത്തു വരും. നിലങ്ങളുടെ വിളവിനെ ദൈവം വർദ്ധിപ്പിക്കും. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് കൃപ നൽകും. ആത്മമാരി നിങ്ങളുടെ അകത്തേക്ക് വരും. അഭിഷേകത്താൽ നിങ്ങൾ കൽപ്പിക്കാൻ തയ്യാറാകൂ. സകല നിന്ദകളെ അവിടുത്തെ ആത്മാവ് ഉരുട്ടി മാറ്റുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.